അങ്ങനെ 14 ജീവനക്കാരും ഒരു കമ്മിറ്റിയും ആയാറാം ഗയാറാം വരുന്നു പോകുന്നു നിൽക്കുന്നു ഇരിക്കുന്നു. സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായി 14 അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊള്ളു, ഒരു ഓഫീസ് ഉണ്ടാക്കി. മുൻ ചീഫ് സെക്രട്ടറി VP ജോയിയെ അതിൻ്റെ ചെയർമാനാക്കി. അഡ്വക്കേറ്റ് M രാജഗോപാലൻ നായർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അതിൻ്റെ കമ്മിറ്റിയിൽ അംഗമാക്കി. റിട്ടയർഡായ അഡീഷണൽ സെക്രട്ടറി ഒരു വനിതയെ അതിൻ്റെ കമ്മിറ്റി അംഗമാക്കി. അകത്തുള്ളൊരു ജോയിൻറ്റ് സെക്രട്ടറിയെ കമ്മിറ്റിയിലെടുത്തു. അവർ ആഫീസിൽ വരുന്നില്ല. റിട്ടയർ ആയവർക്ക് വരാൻ പറ്റത്തില്ല. ജോയിൻറ്റ് സെക്രട്ടറിയുടെ ആഫീസിൽ പോകണു. VP ജോയിയുടെ വീട്ടിൽ ഇരിക്കുന്നു. രാജഗോപാലൻ നായർ ഇനി വരാൻ പറ്റില്ല, അദ്ദേഹം രാജിവെക്കും. കാരണം CPMൻ്റെ ആളാണ് അദ്ദേഹം. പിന്നെ ഇത് ആരാണ് ഈ 14 പേര്? ശമ്പള പരിഷ്കരണത്തിൻ്റെ 14 പേര് ഉദ്യോഗസ്ഥർ ശാപ്പാടടിച്ചിരിക്കുകയാണ്. ഫെബ്രുവരിയിലാണ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ വന്നത്. മാർച്ചിലാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അന്നേ ഞങ്ങൾ പറഞ്ഞു, ആ ദിവസം തന്നെ ഞങ്ങൾ വീഡിയോ ചെയ്ത് പറഞ്ഞു, ബാലഗോപാലണ്ണ ഇത് ഉടായിപ്പ് കമ്മിറ്റിയാണ്. 3 മാസം കൊണ്ട് തലകുത്തി നിന്നാൽ പോലും ഈ ശമ്പള പരിഷ്കരണ കമ്മിഷൻ്റെ റിപ്പോർട്ട് വരാൻ പോകണില്ല. അന്ന് ഒരുപാട് ഉദ്യോഗസ്ഥർ, ഒരുപാട് സീനിയർ നേതാക്കളൊക്കെ എന്നെ വിളിച്ചും അല്ലാതെയും പറഞ്ഞു, അതിനെന്താ ഇപ്പം AI കാലമല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമല്ലേ, 3 മണിക്കൂർ വരെ എല്ലാം കൂടെ കമ്പ്യൂട്ടറിലോട്ട് അങ്ങോട്ട് ഇടുക, സോഫ്റ്റ്വെയറിൽ അടിക്കുക, കട റിപ്പോർട്ട് വരും. അടുത്ത 3 മണിക്കൂർ ചർച്ച ചെയ്യുക, അതിൻ്റെ അടുത്ത 3 മണിക്കൂർ ക്യാബിനറ്റിൽ കൊടുക്കുക, അതിൻ്റെ അടുത്ത 3 മണിക്കൂർ, എല്ലാം കൂടി ഒരു 12 മണിക്കൂർ ജോലി. എന്തിന് 3 മാസം? 3 മാസം പോരാന്ന് മാത്രമല്ല, 3 മാസം കൊണ്ട് 6 മാസം വേണമെന്ന് കത്തെഴുതുകയും ചെയ്തു ഗവൺമെൻറ്റിന്. പക്ഷേ ഗവൺമെൻറ് അത് മൈൻഡ് ചെയ്തില്ല. കത്തെഴുതിയപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് കത്തുണ്ട് 6 മാസം കൂട്ടി കൊടുക്കണമെന്ന്. പക്ഷേ ഗവൺമെൻറ് കൂട്ടി കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ശമ്പള പരിഷ്കരണം നടത്തിയാൽ ഉണ്ടാകുന്ന അധിക ബാധ്യതയെ സംബന്ധിച്ച് VD സതീശന് വ്യത്യസ്തമായ അഭിപ്രായവുമുണ്ട്. വലിയ ബാധ്യത ശമ്പള പരിഷ്കരണം, 90,000 കോടി രൂപയുടെ ബാധ്യത ശമ്പള പരിഷ്കരണം കൊണ്ടുവരും എന്നൊരു തോന്നൽ ഉണ്ട്. ഇപ്പോൾ 73,000 കോടിയോ മറ്റോ ആണ്. അത് 90,000 കോടിയിലേക്ക് പോകും എന്നുള്ള ഒരു വാദത്തിലേക്ക് പോകും. വലിയ തുക കടമെടുത്താലേ ഈ പെൻഷനും ശമ്പള പരിഷ്കരണവും ഒക്കെ നടപ്പിലാക്കാൻ പറ്റൂ എന്നുള്ളൊരു കാഴ്ചപ്പാട് UDFൻ്റെ VD സതീശനുണ്ട് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് HR-ഉം നമ്മുടെ DA-യും പിന്നെ DR-ഉം ഒക്കെ സമയത്ത് കൊടുത്ത് കാര്യങ്ങളൊക്കെ ഒതുങ്ങി പോവാം, ശമ്പള പരിഷ്കരണം കുറച്ചുകൂടി നീട്ടിവെക്കാം എന്നാണോ ഇനി UDFൻ്റെ മനസ്സിലിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഭരണപക്ഷത്തുനിന്നും പ്രതിപക്ഷത്തുനിന്നും വലിയ സമരം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. എന്തായാലും സമരം ഉണ്ടാകാനുള്ള സാധ്യതയാണെന്ന് കാണുന്നത്. സമരം ഉണ്ടാകുമെന്ന് പറയാൻ കാരണം ഇത് വളരെ പെട്ടെന്ന് ഈ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കമ്മിറ്റി ഉണ്ടോ ഇല്ലയോ, നിൽക്കണോ സാർ പോണോ സാർ എന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല സാർ എന്നുള്ളതാണ് ഉത്തരം. അതുകൊണ്ട് ശമ്പള പരിഷ്കരണ കമ്മീഷൻ എയറിലാണ്. അത് എയറിലായതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഇരുന്നുകൊണ്ടൊരു ഉത്തരവിറക്കാൻ കഴിയില്ല. ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.